നിമിഷപ്രിയ കേസിൽ ഇടപെടാൻ പരിമിതിയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നത്. ദയാധനം സ്വീകരിക്കാൻ തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഈ നിലപാട് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു കേന്ദ്രം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കേന്ദ്രം നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നടത്തിയ ചർച്ചകൾ അതെല്ലാം പക്ഷെ ഫലം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ദയാധനം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇനി ചർച്ച നടത്തുന്നതിൽ കാര്യമുള്ളൂ എന്നതാണോ കേന്ദ്രത്തിന്റെ നിലപാട്? അനുജ, തീർച്ചയായും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ മുഖേന അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഇടപെടാൻ പരിമിതികളുണ്ട് എന്ന് തന്നെയാണ്. സർക്കാരിന് കൂടുതലൊന്നും ഈ വിഷയത്തിൽ ചെയ്യാനില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പ്രോസിക്യൂട്ടറുമായി കേന്ദ്ര സർക്കാർ ആശയവിനിമയം നടത്തിയിരുന്നു, കത്തയച്ചിരുന്നു. കൂടാതെ ഒരു ഷെയ്ക്ക് വഴി ചർച്ചകൾക്കായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഒരു ഫലവും ഉണ്ടാക്കിയില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിന്റെ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു എന്നുള്ളതും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാവുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഈ വിഷയത്തിലില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇടപെടാനോ എന്തെങ്കിലും ചെയ്യാനോ പരിമിതികളുണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം വധശിക്ഷ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. തുടർന്നാണ് ഈ വിഷയത്തിൽ ദയാധനമായി എത്ര തുക വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് എന്ന് ഹർജിക്കാർ അറിയിച്ചിരിക്കുന്നത്. അത് ആവശ്യമായ എത്ര ആവശ്യപ്പെടുകയാണ് തലാലിന്റെ കുടുംബം അത്രത്തോളം നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കോടതിയുടെ ഇടപെടലിലൂടെ എന്തെങ്കിലും മാറ്റമുണ്ടായാലോ എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഹർജി കോടതിയിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 16-ാം തീയതിയാണ് വധശിക്ഷ നടപ്പിലാകേണ്ടത്. ഇന്നിപ്പോൾ 14-ാം തീയതി ആയിരിക്കുന്നു. അടിയന്തരമായി തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഹർജിക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അനുജ, ഇനി 2 ദിവസം മാത്രമാണ് ഈ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഹർജി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടുകയും ഇന്നത് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ഒരു തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തെല്ലാം ഇടപെടലുകൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിക്കണം. ഇപ്പോൾ ഇന്ന് വാക്കാൽ AG ഈ വിഷയം ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന വിവരം വെള്ളിയാഴ്ചയാണ് ഇനി കേസ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? കാരണം 16-ാം തീയതിയാണല്ലോ വധശിക്ഷ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതായി നമുക്കൊക്കെ ലഭിച്ച വിവരം. നിലവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ബുധനാഴ്ച മറ്റന്നാൾ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം യമൻ പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര പ്രാധാന്യത്തോടെ സുപ്രീം കോടതിയെ സമീപിച്ചതും. എന്നാൽ ഇന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് ഈ വെള്ളിയാഴ്ച ഈ വിഷയം വീണ്ടും പരിഗണിക്കും, ഈ ഹർജി വീണ്ടും പരിഗണിക്കുമെന്നാണ്. അതിനു മുമ്പായി കേന്ദ്ര സർക്കാർ തൽസ്ഥിതി റിപ്പോർട്ട് ഈ വിഷയത്തിൽ എന്തെല്ലാം നടപടികൾ ഇതുവരെയും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് അറിയിക്കണം എന്നും സുപ്രീം കോടതി കേന്ദ്രത്തോട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദമായ നടപടികൾ, എന്തെല്ലാം നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടതുണ്ട്. എന്നാൽ തങ്ങളുടെ ഭാഗത്തു നിന്നും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മാതാവ് ഈ യമൻ അധികൃതർക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരമായി വധശിക്ഷ നടപ്പാക്കരുത് എന്നും തലാലിന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് എന്നുമാണ് ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനോട് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകും അധികൃതരുടെ ഭാഗത്തുനിന്ന്, യമൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇതിലിപ്പോൾ ഹർജിക്കാർ ഇന്ന് ഒരിക്കൽ കൂടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടായാലോ എന്ന ഉദ്ദേശ്യമാണ് ഈ ഹർജിക്ക് പിന്നിൽ എന്നുള്ളതാണ്. പക്ഷേ കോടതി അത് വീണ്ടും കേന്ദ്രത്തിനോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു, വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അവിടെ ഒരു താമസമുണ്ടാകുന്നു, അടിയന്തര സ്വഭാവത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയല്ലേ?
അനുജ, നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയൂ. ഈ സാഹചര്യത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഉടൻ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും തിങ്കളാഴ്ച ഇന്ന് അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ബുധനാഴ്ച ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനത്തിന് മുമ്പായി സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ആദ്യ മെൻഷൻ ചെയ്ത തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്രത്തോട് നിലവിൽ ഈ വിഷയത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കണം അറ്റോർണി ജനറൽ മുഖേന എന്ന് അറിയിച്ചിരുന്നു. തുടർന്നാണ് AG ഈ വിഷയങ്ങൾ. അതെ, അതിൽ വളരെ പ്രധാനമായി ഇപ്പോൾ വരുന്ന വിവരം വധശിക്ഷാ തീയതി മാറ്റിവെക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അറ്റോർണി ജനറൽ കോടതി അറിയിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ ചില പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികൾ ഉൾപ്പെടെ കോടതിയിലേക്ക് കേന്ദ്രം എത്തിച്ചിട്ടുണ്ട്. എംബസി ഇല്ലാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും പരിമിതികളാണ്. നിർഭാഗ്യകരമായ സംഭവമാണ്. പക്ഷേ കേന്ദ്രത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരു ഷെയ്ഖുമായുള്ള ചർച്ചകൾ, കൂടാതെ പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ടു. പക്ഷേ അതിലൊന്നും നിലവിൽ ഫലം കണ്ടിട്ടില്ല. വധശിക്ഷ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം എന്ന് പറയുകയാണ്. ബൽറാം. അനുജ, തീർച്ചയായും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇതിനകം തന്നെ സാധ്യമായ എല്ലാ നടപടികളും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിനായി സ്വീകരിച്ച നടപടികൾ അത് എണ്ണമിട്ട് തന്നെ അദ്ദേഹം നിരത്തി. അതിൽ പ്രധാനമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കണം എന്ന ആവശ്യം കേന്ദ്രം സർക്കാരിന് അല്ലെങ്കിൽ യമൻ സർക്കാരിന് മുന്നിൽ വച്ചിട്ടുണ്ട്. അത് പ്രോസിക്യൂട്ടറുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് നയതന്ത്രമായി ഔദ്യോഗികമായ ചർച്ചകൾ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യക്ക് നിലവിൽ എംബസി പോലുമില്ല. ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം നിലവിലില്ലാത്ത സാഹചര്യമുണ്ട്. എങ്കിൽ പോലും യമൻ സർക്കാരിന് ഈ അറ്റോർണി ജനറൽ മുഖേന ഈ തീരുമാനം അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. ഒപ്പം തന്നെ ഒരു ഷെയ്ഖുമായി മധ്യസ്ഥ ചർച്ചകൾക്ക് ഷെയ്ഖ് വഴി ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യവും അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ ഇതുവരെയും അനുകൂലമായ ഒരു മറുപടി യമനിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത നടപടി എന്ത് എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു നിസ്സഹായ സാഹചര്യം ഉണ്ട്. ഇത് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള നടപടികൾ, നീക്കങ്ങൾ നടന്നു, അതിനെന്നാൽ ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന സാഹചര്യമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം ബോധ്യപ്പെടുത്തുന്നത്. അതേസമയം ഹർജിക്കാരാകട്ടെ നിമിഷപ്രിയയുടെ മോചിപ്പിക്കുന്നതിനായി ദയാധനമായി എത്ര തുക ആവശ്യപ്പെട്ടാലും അത് നൽകാൻ തയ്യാറാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകാനുള്ള എല്ലാ വഴികളും തേടുകയാണ്. അതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതിയിലും ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നുമാണ് ഹർജിക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിശദമായ റിപ്പോർട്ട്, തൽസ്ഥിതി റിപ്പോർട്ട് ഈ വിഷയത്തിൽ സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. വരുന്ന വെള്ളിയാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അതിനു മുമ്പായി കേന്ദ്രം ഈ വിശദമായ വിവരങ്ങൾ, ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ ഇന്ന് സുപ്രീം കോടതി വധശിക്ഷ തീയതി മാറ്റിവെക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് അറ്റോർണി ജനറൽ പറയുമ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ടോ? ഏത് തരത്തിലാണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയത് എന്നത്, ഈ നേരത്തെ ഒത്തുതീർപ്പ് ചർച്ചകൾ എങ്ങനെയാണ് എന്നതിന്റെ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഷെയ്ഖ് വഴി, കൂടാതെ പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ടു. പക്ഷേ അതിലൊന്നും ഫലം ഉണ്ടായില്ല എന്നാണല്ലോ കേന്ദ്രം പറയുന്നത്. അപ്പോൾ വധശിക്ഷ തീയതി മാറ്റിവെക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത് ഏത് നിലയ്ക്കാണ് എന്നതിന്റെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ ബൽറാം? അനുജ, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രോസിക്യൂട്ടർക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി മാറ്റിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഈ നേരത്തെ തന്നെ യമനിലെ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയും അത് സുപ്രീം കോടതി, യമനിലെ സുപ്രീം കോടതി ഉൾപ്പെടെ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രോസിക്യൂട്ടറാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ ആ നിർദ്ദേശം സനയിലെ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ആവശ്യമാണ് എങ്കിൽ അതുണ്ടാകേണ്ടത് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നാണ്. ഇതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂട്ടർക്ക് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കത്തയച്ചിരിക്കുന്നത്. കത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ അത് മറ്റന്നാൾ നടപ്പാക്കരുത് എന്നും ഇപ്പോൾ ഈ ദയാധനവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ചകൾ നടന്നു വരികയാണ് എന്നും ഉള്ള കാര്യമാണ് ഈ പ്രോസിക്യൂട്ടർക്ക് അയച്ച കത്തിൽ കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ
ഈ വിഷയമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ പ്രോസിക്യൂട്ടറിൽ നിന്നോ മധ്യസ്ഥനായ ഷെയ്ഖ് മുഖേന നടത്തിയ ചർച്ചകളിലൂടെയോ യാതൊരു തരത്തിലുള്ള പ്രതികരണവും യമനിൽ നിന്നും ഔപചാരികമായി ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലുള്ള നിസ്സഹായ സാഹചര്യമാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും ഒരു പ്രതീക്ഷ കൈവയ്ക്കുന്നു. തുടർ ചർച്ചകൾ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന സാധ്യമായ എല്ലാ നടപടികളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തുടർന്നാണ് കേന്ദ്രത്തോട് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള ഒരു തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പായി കേന്ദ്രം തൽസ്ഥിതി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനുജ.